നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം കത്തുകളും വാട്സപ്പ് മെസ്സേജുകളും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും വാട്സപ്പ് ചെയ്യാം. നമ്പർ 9446133100. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഒരു കത്ത് വന്നിട്ടുണ്ട്. സ്നേഹപൂർവ്വം സഹോദരൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കത്ത്. ഇതിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ എല്ലാം ഒന്നും ഇപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് വായിക്കുന്നില്ല. എങ്കിലും കുറച്ച് കണ്ടൻറ്റ് വായിക്കാം. ഞാൻ പ്രോഗ്രാം വളരെ ഇഷ്ടമാണ്. നമ്മുടെ പ്രോഗ്രാമിനെ പറ്റി ഒത്തിരി നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ചേട്ടാ, ആ നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി. എഴുതിയതെല്ലാം ഒന്നും വായിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്തിനാണ് നമ്മുടെ കാര്യം തന്നെ നമ്മളിങ്ങനെ പുകഴ്ത്തി പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കും. ഇദ്ദേഹം ഒരു വീട് വെച്ചു. ഞാനെൻ്റെ കണ്ടൻറ്റായിട്ടാണ് പറയുന്നത് കേട്ടോ. അദ്ദേഹം ഒരു വീട് വെച്ചു. ഏകദേശം 1 കോടിയോളം രൂപ മുടക്കിയുള്ളൊരു വീടാണ് വെച്ചത്. ഇപ്പോൾ വലിയ സാമ്പത്തികമായ പ്രശ്നങ്ങൾ വരുന്നു. ഒന്നും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല. ഗൃഹനിർമ്മാണം പൂർത്തിയാക്കി ഗൃഹപ്രവേശ ചടങ്ങ് നടത്തിയതിന് ശേഷമാണ് ഇപ്രകാരമുള്ളൊരു പ്രശ്നം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. ഇതുവരെ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. പലരും വന്ന് വാസ്തുദോഷമാണ് എന്നൊക്കെ പറയുന്നു, പല കാര്യങ്ങളും ചെയ്യാൻ പറയുന്നു. പക്ഷേ ഞങ്ങൾ വാസ്തു നോക്കിയാണ് വീട് വെച്ചിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ഇത് ദോഷമാണെന്ന് പറയുമ്പോൾ ചെയ്യുവാൻ ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികം അനുവദിക്കുന്നില്ല. ഈ അടുത്ത സമയത്ത് ഒരാൾ പറഞ്ഞു ബ്രാഹ്മണ ശാപമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞു. അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഏത് പരിഹാരമാണെങ്കിലും അത് ചെയ്യാനുള്ളൊരു സാമ്പത്തികമായ അവസ്ഥ ഞങ്ങൾക്കില്ല. ഇത്രയും എഴുതി നിർത്തുന്നു. സ്നേഹപൂർവ്വം ഒരു സഹോദരൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അദ്ദേഹത്തിൻ്റെ നമ്പറും ഇതിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് ഫോണിൽ സംസാരിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം ഷൂട്ട് നടക്കുമ്പോഴല്ലേ മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതിലൂടെ മറുപടി അങ്ങേക്ക് തരാം. അങ്ങയുടെ ഡേറ്റ് ഓഫ് ബർത്ത് സമയമൊക്കെ വെച്ചിട്ട് ഞാൻ ജാതകമൊക്കെ എടുത്തു. ജാതകം നല്ലതുപോലെ അനലൈസ് ചെയ്തു. ഇപ്പോൾ അങ്ങനെ വലിയ ടെൻഷൻ അടിച്ച് വലിയ തകർച്ചയിലേക്ക് പോകും അങ്ങനെയൊന്നും ജ്യോതിഷപ്രകാരം ചിന്തിക്കേണ്ടുന്നൊരു കാലയളവല്ല അങ്ങേക്കുള്ളത്. പക്ഷേ നമ്മൾ ശരിക്കും യഥാർത്ഥ പ്രശ്നം എന്താണ് എന്ന് അങ്ങൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ബ്രാഹ്മണ ശാപമാണോ അതോ വാസ്തുവിൻ്റെ ദോഷമാണോ എന്ന് ഒന്ന് മനസ്സിരുത്തി, അതായത് നമ്മൾ മറ്റൊരാളാണെന്ന് സങ്കല്പിച്ചുകൊണ്ട്, ഇത് വേറൊരാളുടെ പ്രശ്നമാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ച്. താങ്കളൊരു വീട് വെച്ചു. വീട് എന്ന് പറയുന്നത് പൊതുവിൽ ഒരു ഡെഡ് മണിയാണ്. നമ്മുടെ പ്രോഗ്രാമിൽ എപ്പോഴും പറയാറുള്ളതാണ്, വീട് എന്ന് പറയുന്നത് ഒരു ഡെഡ് മണിയാണ്. അതിൽ നിന്ന് നമുക്കൊരു റിട്ടേണും കിട്ടത്തില്ല. അപ്പോൾ താങ്കൾ അതിന് 1 കോടിയോളം രൂപ മുടക്കി എന്ന് പറയുമ്പോൾ അത്രയേറെ പണം താങ്കളെ സംബന്ധിച്ചിടത്തോളം ഡെഡായിട്ടുണ്ട്. അവിടെ പണം റിട്ടേൺ ഇല്ലാത്ത രീതിയിൽ പണം അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലോൺ എടുത്തിട്ടാവാം, അല്ലെങ്കിൽ അങ്ങയുടെ സമ്പാദ്യത്തിൽ നിന്നാകാം. ലോണായി എടുത്തെങ്കിൽ എത്രമാത്രം എമൗണ്ട് ആയിരിക്കും അതിൽ അടവ് വരുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു താങ്കൾ 1 കോടി രൂപയുടെ പ്ലാനൊന്നും ആയിരിക്കില്ല വരച്ച് പണി തുടങ്ങിയിട്ടുണ്ടാകുക. ഈ വന്ന കാലയളവിൽ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ, പുതിയ വാസ്തു നിയമങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളിലൂടെ സഞ്ചരിച്ച് പോയിട്ടാകാം ഇത്രയേറെ പണം താങ്കളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാകുക. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ താങ്കളുടെ പ്രശ്നം എന്താണ്? യഥാർത്ഥത്തിൽ ബ്രാഹ്മണൻ ശപിച്ചിട്ടല്ല, യഥാർത്ഥത്തിൽ വാസ്തു പ്രശ്നമല്ല. യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് 1 കോടി രൂപ മറ്റൊരു കാര്യത്തിലേക്ക്, തിരിച്ചൊരിക്കലും കിട്ടാത്ത ഒരു കാര്യത്തിലേക്ക് 1 കോടി രൂപ മാറി എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. അല്ലാതെ ബ്രാഹ്മണർ കഷ്ടമാണ്. ബ്രാഹ്മണർ ശപിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ അങ്ങനെ ശപിച്ച ഒരാളെ നശിപ്പിക്കുവാനോ അങ്ങനത്തെ കഴിവൊന്നും അവർക്കില്ല. ഇത് പണ്ടത്തെ കാലത്ത് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയ ഒരു കാര്യം. പാവപ്പെട്ട ബ്രാഹ്മണരുടെ മേളിൽ ഇന്നും ഒരു കുറ്റമായിട്ട് അവർ വലിയ ശപിക്കുന്ന ആളാണ്. മറ്റുള്ളവരുടെ ഉയർച്ച കണ്ടാൽ അതിൽ അസൂയുള്ള ആളുകളാണ്. ഒരാൾ നല്ല വീട് വെച്ചാൽ അത് കണ്ട് ശപിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അവർക്കൊരു ചെറിയ പ്രശ്നം അവരോട് ആരെങ്കിലും കാണിച്ചാൽ ഉടനെ ശപിക്കുന്ന ആളുകളാണ് എന്നുള്ള തരത്തിൽ അവരെ ക്രൂരന്മാരാക്കി മാറ്റാതിരിക്കുക. ഒന്ന് ചിന്തിച്ച് നോക്കുക. അവരെ ക്രൂരന്മാരാക്കി മാറ്റാതിരിക്കുക. ശരിക്കും ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ബ്രാഹ്മണ ശാപമോ വാസോ അല്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞു മറ്റാരൊക്കെയോ വന്നിട്ട് പുതിയ ചില മാറ്റങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നുവെന്ന്. ദയവായി അതിൻ്റെ പുറകിലൊന്നും പോകരുത്. താങ്കൾ ആദ്യം ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുക. അതായത് 1 കോടി രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ലോൺ അടയ്ക്കാനുണ്ട്. ആ അടയ്ക്കാനുള്ള പണം നമുക്ക് സോഴ്സ് കണ്ടെത്താൻ സാധിക്കാതെ വരുന്നു എന്നുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് സമാധാന ബുദ്ധിയോടുകൂടി ആലോചിക്കുക, അതിനുള്ള സോഴ്സസ് കണ്ടുപിടിക്കുക, എങ്ങനെയെങ്കിലും കടബാധ്യതകൾ പരിഹരിക്കാൻ ഉതകുന്ന തീരുമാനങ്ങൾ എടുക്കുക. ചിട്ടിക്കൊക്കെ നമുക്ക് ചേരാം. അങ്ങനെ പലതരത്തിലുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ താങ്കൾ ചോദിക്കും ജ്യോതിഷം അറിയാനല്ലേ കത്തയച്ചതെന്ന്. അമ്പലത്തിൽ പോയാൽ പൂജ നടത്തിയാൽ താങ്കൾക്ക് ഈ വീട്ടാനുള്ള പണം കിട്ടില്ല എന്ന് എനിക്കും അറിയാം,
താങ്കൾക്കും അറിയാം. ഇപ്പം താങ്കളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പൂജ നടത്താൻ പറയാമെന്നുള്ളതല്ലാതെ നമ്മൾ സമാധാന ബുദ്ധിയോട് ഇമോഷണലി സ്ട്രോങ് ആയിക്കൊണ്ട് ഇൻ്റലക്ച്വലായിട്ട് ചിന്തിക്കുക. പിന്നെ മനസ്സിന് ധൈര്യം കിട്ടാൻ വേണ്ടി ഇപ്പോഴത്തെ ഒരു സമയത്തിന് മോശമായതുകൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുന്നത് നല്ലതാണ്. അർച്ചനയും നീരാജനവും മാസത്തിൽ ശനിയാഴ്ച ദിവസം വീതം നടത്തുക. സമാധാന ബുദ്ധിയോടെ ചിന്തിക്കുക. ഈ കടബാധ്യതകൾ പരിഹരിക്കുവാനുള്ള ഒരു നിർദ്ദേശം താങ്കളുടെ മനസ്സിൽ തന്നെ ഉയർന്നു വരും. മറ്റുള്ള എല്ലാ കാര്യങ്ങളും ബ്രാഹ്മണശാപവും വാസ്തുവൊക്കെ സൈഡിലേക്ക് മാറ്റുക. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒപ്പം സംശയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല, പിൻകോഡ് 68221. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.